എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ പാവയ്ക്കയുടെ പേര് കേൾക്കുമ്പോഴേ ഓടി മാറുമായിരുന്നു. ഇച്ചിരി പോലും കഴിക്കില്ലായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് അമ്മ പണ്ട് വായുടെ അകത്ത് ഉണ്ട ഉരുട്ടി വായി വെച്ച് തന്നിട്ട് വെള്ളം ഒഴിച്ച് വരെ തന്നിട്ടുണ്ട്. ഞാൻ കഴിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ നന്നായിട്ട് പാവയ്ക്ക ഞാൻ തന്നെ റെഡിയാക്കുന്നത് ഞാൻ കഴിക്കും. പിന്നെ തീയലും കഴിക്കും. അപ്പോൾ ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്, ഒരു സവാള എടുത്തിരിക്കുന്നു, 2 പച്ചമുളക് എടുത്തിരിക്കുന്നു. പിന്നെ ഇത് ഫിംഗർ ക്യാപ്പാണ് കേട്ടോ. ഞാൻ ഫിംഗറിലിടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല. അപ്പോൾ ഞാനിവിടെ പാവയ്ക്കയുടെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് സെൻറ്ററിൽ നിന്ന് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടാണ്, ഇത് നല്ല നൈസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്തിരി കട്ടിയാവാൻ പാടില്ല. അപ്പം നമ്മുടെ പാവയ്ക്ക ഇവിടെ 2 ഞാനിവിടെ ഫുള്ള് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 സവാളയായാലും ഇടാം. നമുക്ക് പാവയ്ക്കകത്ത് എത്രത്തോളം സവാള ഇടും അത്രത്തോളം നല്ലതാണ്, കയ്പിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 2 പച്ചമുളകും കൂടെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ 1/4 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിവിടെ പാവയ്ക്ക റെഡിയാക്കി വെച്ചിരിക്കുന്ന അതും കൂടെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. എയർ പോകരുത്. ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്തിട്ട് നമ്മൾ ഒരു അടപ്പോ ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. കരിയാനൊന്നും പാടില്ല. എന്നിട്ട് നമ്മളിത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യണം. അങ്ങനെ 1-2 വട്ടം അങ്ങനെ അടപ്പ് കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കരിയാൻ ഒട്ടും പാടില്ല. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണേ ആവുള്ളൂ, കൂടുതലാവാൻ പാടില്ല. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 സ്പൂൺ എൻ്റെ കയ്യിൽ അംചൂർ പൗഡർ എന്ന് വെച്ചാൽ മാങ്ങ ഉണക്കിയ പൗഡറില്ലേ, അത് എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞമ്മ വന്നപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത്, ഇട്ടാൽ ഇച്ചിരി പോലും കയ്പ്പ് പാവയ്ക്കയ്ക്ക് കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചത്തേങ്ങ തിരിങ്ങിയത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വഴറ്റുമ്പോൾ കരിയാനോ ഒരു തുള്ളി വെള്ളമോ ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഇച്ചിരി കഴിച്ച് കാണിച്ച് തരാം. ഇത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റല്ല, സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ. അതിൻ്റെ നല്ല സ്മെല്ലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.